അപ്പോൾ നല്ല ഉറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട്. ഒന്ന് അതിന്റെ ക്വാളിറ്റി ഓഫ് സ്ലീപ്പും, രണ്ടാമത് അതിന്റെ ഡ്യൂറേഷൻ. ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്ലീപ്പ് സൈക്കിളും 4 ഫേസ് ഉണ്ട്. ഫേസ് 1 അതായത് ലൈറ്റ് സ്ലീപ്പ്, ഫേസ് 2 മോഡറേറ്റ് സ്ലീപ്പ്, ഫേസ് 3 അതായത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫേസ് ആണ് ഡീപ് സ്ലീപ്പ്. പിന്നെ അതിന് ശേഷം വരുന്ന നാലാമത്തെ ഫേസ് ആണ് REM സ്ലീപ്പ്. ആദ്യത്തെ ഫേസ് ലൈറ്റ് സ്ലീപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് നേരത്തേക്ക്, അതിനുശേഷം നമ്മൾ കുറച്ചുകൂടി മോഡറേറ്റ് സ്ലീപ്പിലേക്ക് പോകും. ഈ ഫേസിൽ ഏറ്റവും കൂടുതൽ നേരം നമ്മൾ ആവശ്യം ഉള്ളത് ഈ ഫേസ് 3 ആണ്, ഡീപ് സ്ലീപ്പ്. ഈ ഡീപ് സ്ലീപ്പ് സമയത്താണ് നമ്മുടെ ബോഡിയിലുള്ള കംപ്ലീറ്റ് റെസ്റ്റും റിജുവിനേഷനും സംഭവിക്കുന്നത്. നമ്മുടെ എല്ലാ ഓർഗൻസും, നമ്മുടെ തലച്ചോറ്, നമ്മുടെ ഹാർട്ട്, നമ്മുടെ ലങ്സ്, നമ്മുടെ ഇൻറ്റസ്റ്റൈൻസ്, നമ്മുടെ സ്കിന്ന്, ഇതെല്ലാത്തിനും നമ്മൾ സർവീസ് ചെയ്യുന്ന പോലെ, നമ്മുടെ ഒരു കാർ സർവീസ് ചെയ്യുന്ന പോലെ നമ്മുടെ ബോഡി സർവീസ് ചെയ്യുന്ന ഒരു ഫേസ് ഈ ഒരു സമയത്താണ്. അപ്പൊ ആ ഒരു ഫേസിലൂടെ നമ്മൾ പോയാൽ മാത്രമേ നമ്മൾ എത്ര സ്ട്രെസ് എടുത്താലും അതിനെ റിജുവിനേറ്റ് ചെയ്ത് പിറ്റേ ദിവസം നമ്മൾ രാവിലെ എഴുന്നേക്കും നമ്മൾ ഫ്രഷ് ആയിട്ട് എഴുന്നേക്കാൻ സാധിക്കത്തുള്ളൂ. അതാണ് ഫേസ് 3യുടെ പ്രത്യേകത. ഇതെല്ലാം കൂടി ചേർത്ത ഒരു സൈക്കിൾ 4 സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഒരു നല്ല ഉറക്കം എന്ന് പറയുന്നത്. അപ്പം നാഷണൽ സ്ലീപ്പ് ഫൗണ്ടേഷൻ ഉറക്കത്തിന്റെ ഡ്യൂറേഷൻ, അതായത് നമുക്ക് ഈ 4 ഫേസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എത്ര സമയം എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ സ്ലീപ്പ് ഫൗണ്ടേഷൻ റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മളൊരു 7 മണിക്കൂർ മുതൽ 9 മണിക്കൂർ വരെ എല്ലാ രാത്രിയും ഉറങ്ങിയിരിക്കണം. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് ആവറേജ് 8 മണിക്കൂർ. ഈ 8 മണിക്കൂർ ഉറങ്ങിയാൽ മാത്രമേ നമുക്ക് ഈ 3 തൊട്ട് 4 ഫേസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കത്തിന്റെ ടൈമിംഗ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് ബോഡിക്ക് ഒരു സിർക്കേഡിയൻ റിതം ഉണ്ട്. ഒരു ബോഡിക്ക് ഒരു റിതം ഉണ്ട്. നമ്മുടെ പ്രകൃതി നമുക്ക് ബോഡിക്ക് ഒരു റിതം തന്നിട്ടുണ്ട്. അതിനെയാണ് സിർക്കേഡിയൻ റിതം എന്ന് പറയുന്നത്. അതായത് നമ്മൾ രാത്രി നന്നായിട്ട് ഉറങ്ങുക, രാവിലെ നമ്മൾ ആക്റ്റീവായിട്ട് ജോലി കാര്യങ്ങളൊക്കെ ചെയ്യുക. രാത്രി ഉറങ്ങാനുള്ള ഏറ്റവും കറക്റ്റ് ടൈം അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാത്രി 10 മുതൽ പിറ്റേ ദിവസം രാവിലെ 6 മണി, അതായത് സൺറൈസോടെ നമ്മുടെ ഉറക്കം നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. അതായത് നമ്മൾ ഉണരണം. അതാണ് അതിന്റെ കറക്റ്റ് ടൈം. ഇപ്പോഴും അങ്ങനെ പോകണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ പോകാൻ സാധിച്ചൊന്നും വരത്തില്ല. നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ ഓരോ സാഹചര്യം കാരണം അത് സാധിച്ചൊന്നും വരത്തില്ല. പക്ഷേ നാഷണൽ സ്ലീപ്പ് ഫൗണ്ടേഷൻ റെക്കമെൻഡ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ടൈം 10 മണി മുതൽ പിറ്റേ ദിവസം രാവിലെ 6 മണി വരെയാണ്. ഈ 10 മണി ആകുമ്പോഴേക്കും നമ്മുടെ തലച്ചോറിലെ പൈനിയൽ ഗ്ലാൻഡ് ഈ ഉറക്കത്തിന് ഇൻഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ഉണ്ട്, മെലറ്റോണിൻ. അതിനെ സെക്രീറ്റ് ചെയ്ത് ഒരു പീക്ക് എത്തുന്നത് ഏകദേശം ഒരു 9 മണി 10 മണി സമയത്താണ്. ആ സമയത്ത് നമ്മൾ ഉറങ്ങുമ്പോഴേക്കും നമുക്ക് നന്നായിട്ട് ഉറങ്ങാനായിട്ട് സാധിക്കാം. പിന്നെ 6 മണിയൊക്കെ ആകുമ്പോൾ നമ്മുടെ സൺറൈസ്, അതായത് സൂര്യോദയത്തിന്റെ കൂടെ നമുക്ക് ഈ മെലറ്റോണിൻ ഹോർമോൺ പീനിയൽ ഗ്ലാൻഡ് സെക്രീഷൻ കുറയ്ക്കും. അപ്പോഴേക്കും നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് എഴുന്നേക്കാനുള്ള ഒരു ടെൻഡൻസി. അപ്പൊ ഇതാണ് നാഷണൽ സ്ലീപ്പ് ഫൗണ്ടേഷൻ റെക്കമെൻഡ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ടൈം. അപ്പൊ നമുക്ക് സ്ലീപ്പിന്റെ ക്വാളിറ്റി ഇമ്പോർട്ടന്റ് ആണ്, സ്ലീപ്പിങ്ങിന്റെ ടൈമിംഗ് ഇമ്പോർട്ടന്റ് ആണ്, സ്ലീപ്പിന്റെ ഡ്യൂറേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഈ മൂന്നും ചേർന്നാൽ മാത്രമേ നമുക്കൊരു ക്വാളിറ്റി സ്ലീപ്പ് എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. താങ്ക് യു.